പാലക്കാടും അതുപോലെ തന്നെ തെങ്കാശി പട്ടണത്തിലൊക്കെ കാണുന്ന കഴുതയില്ലേ, ചെറിയ തരം കഴുത. അതല്ല, ഇസ്രായേലിലെ കഴുത ഞാൻ ഈജിപ്തിൽ നിൽക്കുമ്പോൾ ഞാൻ കണ്ടതാണ്. അതായത് ഒരു കഴുത ഒരു 6 ചാക്ക് അരിയും കൊണ്ട് ഒരു വണ്ടിയിട്ട് ഭരിച്ചുകൊണ്ട് ഓടണം. ഞാൻ വായുമ്പോഴത്തെ നോക്കി കളഞ്ഞു കേടാ, മനസ്സിലായി. ഇനി മുന്നോട്ട് പോകാൻ പറ്റുന്ന ഈ ബാലാവിനെ കൊണ്ട് കഴുത താഴെ കിടന്നു. ബാലാമിന്റെ കോപം ജ്വലിച്ചു, അവൻ വടി കൊണ്ട് കഴുതയെ അടിച്ചു. അപ്പോൾ കർത്താവ് കഴുതയ്ക്ക് സംസാര ശക്തി നൽകി. എന്നെ അടിക്കാൻ ഞാൻ നിന്നോട് എന്ത് ദ്രോഹം ചെയ്തു എന്ന് കഴുത ചോദിക്കാൻ ബാലാവിനോട്. ബാലാം കഴുതയോട് പറഞ്ഞു, നീ എന്നെ അവഹേളിച്ചു. വാളുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിന്നെ കൊന്നുകളയുമായിരുന്നു. കഴുത ബാലാമിനോട് ചോദിച്ചു, ഇന്ന് വരെ നീ സഞ്ചരിച്ചിരുന്ന നിന്റെ കഴുതയല്ലേ ഞാൻ? ഇതിനു മുമ്പ് ഒരിക്കലെങ്കിലും ഞാൻ നിന്നോട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ബാലാം സമ്മതിച്ചു. അപ്പോൾ കർത്താവ് ബാലാമിന്റെ കണ്ണുകൾ തുറന്നു. അപ്പോഴാണ് കർത്താവ് ബാലാന്റെ കണ്ണ് തുറന്ന് ദൂതനവൻ കാണുന്നത്. ഊരിയ വാളേന്തി വഴിയിൽ നിൽക്കുന്ന കർത്താവിന്റെ ദൂതനെ കണ്ട് അവൻ കമിഴ്ന്നു വീണു. ഇതെന്താ സംഭവം വെച്ച് കഴിഞ്ഞാല്, ഇവൻ പോണ വഴി, അവന്റെ യാത്രയിൽ ആ ലക്ഷ്യം ഇവനെയും ഗുണം പിടിക്കത്തില്ല, ദൈവഹിത പ്രകാരമല്ല. അതുകൊണ്ട് ഈ ബാലാൻ ദൈവത്തിൻ്റെ ആളായത് കാരണമാണ് ഇസ്രായേൽ ജനങ്ങളെ ശപിച്ച് ശാപം സ്വന്തമായിട്ട് മേടിക്കാൻ പോയി.